ഹലോ എവ്രി വൺ. മിക്ക കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വെബ്സൈറ്റ് എന്താ ഇല്ലാത്ത എന്നുള്ളത്. വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഫ്രോഡാണോ എന്ന് വിചാരിക്കണവർ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷൻ അല്ലേ മെയിൻ ആയിട്ട് ചെയ്യണേ. അപ്പൊ കസ്റ്റമൈസേഷൻ ചെയ്യാൻ നേരത്തെ ഓരോ കസ്റ്റമർക്കും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിച്ചറിയാൻ നമുക്ക് ഏറ്റവും എളുപ്പം വാട്സാപ്പ് ത്രൂ ബുക്കിംഗ് തന്നെയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനും ഒക്കെ എളുപ്പം വാട്സാപ്പ് കൂടെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം ചാറ്റ് മുമ്പിൽ. വെബ്സൈറ്റിലൊക്കെ ആവാൻ നേരത്തെ ഓർഡർ നമ്പർ ഓർഡർ ഐ ഡി ഒക്കെ വെച്ച് നോക്കി സെർച്ച് ചെയ്ത് അതിനെ പറ്റി ഇതാക്കിയിട്ടൊക്കെ വേണ്ടേ നമ്മൾ ചെയ്യാം. വാട്സാപ്പ് ആവാൻ നേരത്തെ ഒരു കസ്റ്റമർ ചേച്ചി എന്തായി ഓർഡർ എന്ന് ചോദിക്കാൻ നേരത്തെ എനിക്ക് തൊട്ട് മുമ്പിൽ ചാറ്റ് നോക്കിയാൽ മതി ഏത് ഓർഡർ ആയിരുന്നു എന്തായിരുന്നു. പേഴ്സണലി ഞാൻ തന്നെയാണ് ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഓർഡർ എന്റെ കൈ കൂടെ തന്നെയാണ്, ഞാൻ തന്നെയായിരിക്കണം ഓർഡർ എടുത്തിട്ടുണ്ടാവാം. ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ മാത്രമേ നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫുകൾ ഹാൻഡിൽ ചെയ്യാറുള്ളൂ. ഓൺലൈൻ ഓർഡേഴ്സ് മിക്കതും ഞാൻ തന്നെയാണ് എടുക്കാൻ നോക്കാറുള്ളത്. ഓരോ കസ്റ്റമേഴ്സ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ അടുത്ത് വന്ന് ഇത് ബുക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിൽ ഡ്രസ്സ് കിട്ടുമ്പോൾ അവർ പറയുന്ന കുറച്ച് റിവ്യൂസ് ഉണ്ട്. ആ റിവ്യൂസ് കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ബൊട്ടീക്ക് മുന്നിലേക്ക്, അതായത് എൻ്റെ ഈ സ്റ്റുഡിയോ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള എൻ്റെ മെയിൻ എനർജി കിട്ടുന്നത് ഈ കസ്റ്റമേഴ്സ് എന്നാ. അവർക്ക് അത് കിട്ടിക്കഴിയുമ്പോഴുള്ള അവരുടെ സന്തോഷവും അവരുടെ ആ ഒരു അത് തരുന്ന എനിക്ക് എനർജി, എനിക്ക് അത്ര എനർജി വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതായത് എനിക്കിത് മുന്നിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, ഈ ഒരു ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തതിൽ എനിക്ക് തീരെ കുറ്റബോധം ഇല്ലാണ്ടും ഒക്കെ ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, എനിക്ക് നീങ്ങണം, എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ളത് ഈ ഒരു റിവ്യൂസ് ഒന്നും മാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ ആ കമന്റ് വായിക്കുമ്പോൾ എനിക്ക് അത്ര കിട്ടണമെന്നില്ല. ഇവർ പേഴ്സണലായിട്ട് എന്നെ ചേച്ചി അങ്ങനെ അങ്ങനെ എന്നൊക്കെ അവർ പറയണത് പോലെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടണമെന്നില്ല. അതും ഞാൻ ഇതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ വരുന്ന എല്ലാ മെസ്സേജിനും എന്നെ കൊണ്ട് പറ്റണത്ര മാക്സിമം, അതായത് ഞാൻ വേറെ എല്ലാ ജോലി ഞാൻ ചെയ്യുമ്പോഴും ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ആ കയ്യിൽ ഞാൻ എപ്പോഴും റിപ്ലൈ എടുത്തോണ്ട് തന്നെ ആയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വർക്കിംഗ് ടൈം അല്ലാത്ത സമയത്ത് ചില സമയത്ത് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. ആ സമയത്ത് ഞാൻ ഓട്ടോമാറ്റഡ് മെസ്സേജസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതായത് നമ്മൾ വർക്കിംഗ് ടൈമിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കൂ എന്നുള്ളത്. അപ്പൊ അല്ലാത്ത സമയത്ത് മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചില കേസിൽ മാത്രം കുറച്ചധികം റിപ്ലൈ ലേറ്റ് ആവാറുണ്ട്. അത് അത്രയും തിരക്കാവുമ്പോൾ മാത്രം. എന്നാലും കുറച്ച് ഡിലേ ആയാലും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ അടുത്ത് ബുക്ക് ചെയ്യാൻ വരുന്നവരും അതൊന്നും മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരാളിരുന്ന് ഫുള്ള് റിപ്ലൈ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില കേസിൽ ഡിലേ ഉണ്ടാവും. ചില കസ്റ്റമേഴ്സിന് രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ വിളിക്കുന്നത്. സീരിയസ് ആയിട്ട് നമുക്ക് എന്താ പറയാ, ഞാൻ ചെയ്യണത് ഇതാണ് അതായത് ഞാൻ ഇത്രയ്ക്കും കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ കൂടെ ഈ 1 മണിക്കും 2 മണിക്കും ഒക്കെ വിളിക്കണവരെ ചിലപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ കണ്ടാലും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അത് ചിലപ്പോൾ എന്റെ ഒരു വലിയ കുഴപ്പമായിരിക്കാം. എന്നാലും പക്ഷെ ഈ 1 മണിക്ക് 2 മണിക്കൊക്കെ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിന് വേണ്ടി കിടന്ന് മിസ്സടിക്കുക, വാട്സാപ്പിൽ വിളിക്കുക, മറ്റേ നോർമൽ കോൾ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനില്ല. പുറത്തുള്ള കസ്റ്റമേഴ്സ് ഒക്കെ അവരുടെ ടൈമിനനുസരിച്ചൊക്കെ അയക്കുന്നത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം നിന്നിട്ട് ഈ ഒരു ടൈമിലൊക്കെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ മിസ്സടിക്കുക എന്നൊക്കെ പറയാൻ നേരത്ത് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഞാൻ മിക്കപ്പോഴും റിപ്ലൈ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ മിക്ക സമയത്തും എൻ്റെ അടുത്ത് മിസ്സായി പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സല്ല, നമ്മൾ ചെയ്ത വർക്ക് അല്ലാത്ത വേറെ ഡ്രസ്സുകൾ പുറത്തുനിന്ന് റെഫറൻസ് നമുക്ക് തരികയാണെങ്കിൽ, പിന്നെ അതിൽ കുറെ കസ്റ്റമൈസേഷൻ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ റേറ്റ് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണമെന്നില്ല. കാരണം എനിക്കത് സ്റ്റാഫുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതായത് എംബ്രോയിഡറിക്ക് നമുക്കത് എത്ര ടൈം എടുക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം വേണം. അപ്പൊ ചില സമയത്ത് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ സ്റ്റാഫുകളുടെ അടുത്ത് അല്ലെങ്കിലൊക്കെ അപ്പൊ എനിക്ക് അപ്പം കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് അതിന് കുറച്ച് ടൈം വേണം. അങ്ങനത്തെ കേസിലാണ് എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും നമ്മൾക്ക് കസ്റ്റമേഴ്സ് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഡിലേ ആവണത്. കാരണം അതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം അവരോട് ചോദിക്കാനും, അപ്പൊ ചില സമയത്ത് ഞാൻ അതങ്ങ് വിട്ടും പോകും. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് മിക്കവർക്കും ചിലപ്പോൾ അങ്ങനത്തെ കേസുകളിലായിരിക്കണം റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ ഒന്ന് മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാത്തതിന് റീസൺസ് ആണ് ഇതൊക്കെ കേട്ടോ. അതായത് നമ്മൾക്ക് വെബ്സൈറ്റ് നമ്മൾ റെഡി സ്റ്റോക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മളില്ലെങ്കിൽ അത് നോക്കിയിട്ട് നമ്മളൊരു ഫോട്ടോ കാണിച്ചിട്ട് അതിന്റെ ഓർഡേഴ്സ് തന്നെ പിന്നെ കൊടുക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് തന്നെയാണ് ഏറ്റവും ഈസി. ഓക്കെ, അതായത് പക്ഷേ നമ്മൾ പറയുമ്പോൾ കസ്റ്റമൈസേഷൻ എടുക്കണോണ്ടാണ് മെയിനായിട്ട്. കസ്റ്റമൈസേഷൻ ആണ് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാട്സാപ്പ് ത്രൂ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ചിലപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് കറക്റ്റ് പറയണമെങ്കിൽ, അതായത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിങ് പിന്നെ ഡിസ്പാച്ച്ഡ് അത്രയല്ല ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു സ്റ്റാറ്റസ് പറയല്. ചിലവർ കസ്റ്റമർ ചോദിക്കുമ്പോൾ എടാ ഞാൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിന്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നെ ഒരു അപ്ഡേഷൻ കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. അതായത് ചിലവർക്ക് വർക്ക് കഴിഞ്ഞ ഫോട്ടോ കാണേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നമുക്ക് പറ്റണ പോലെ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യാത്തത് കേട്ടോ. താങ്ക് യു.